ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇനി നമുക്ക് ഒരു അടിപൊളി നാടൻ റെസിപ്പി കൂട്ടി വയറ് നിറച്ചും ചോറിനിടാണ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 250 ഗ്രാം ചേനയാണ് എടുത്തേക്കുന്നത്. അത് ഈ സൈസിലുള്ള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ 2 പച്ചമുളകും നിൽക്കാൻ പാകത്തിന് വെള്ളവും ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ച് വേവിക്കാൻ വയ്ക്കും. ഇനി അതിലേക്ക് നമ്മൾ ബീഫൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടി ചൂടാക്കില്ലേ, അതേപോലെ ചൂടാക്കി ഇതിലേക്ക് ഇടുക. അത് നന്നായിട്ട് വെന്ത് വന്നു കഴിയുമ്പം അതിലേക്ക് നമുക്ക് തേങ്ങയുടെ ഒരു അരപ്പ് ചേർക്കാനുണ്ട് കേട്ടോ. 2 പിടി തേങ്ങയും, ഞാനിവിടെ എടുത്തേക്കുന്നത് ചേനയുടെ പ്രൊപ്പോർഷണലായിട്ട് എടുത്തേക്കുന്നത് 2 പിടി തേങ്ങയും 2 അല്ലി വെളുത്തുള്ളിയും കൂടി കൂട്ടി നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ച് ചേന വെന്ത് കഴിഞ്ഞപ്പോൾ ആ കറിയിലേക്ക് ആഡ് ചെയ്തു. ഇനി നമുക്കതൊന്ന് കടുക് താളിച്ചിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് വെളുത്തുള്ളിയും പിന്നെ ചതക്കുന്ന മുളകൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ കറി കൂട്ടി നമുക്ക് ഒരുപാട് ചോറുണ്ടാവും. പിന്നെ ഈ ചേനക്കറിയുടെ ഒപ്പം മുളകിട്ട് ചതച്ച പപ്പടം കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അതിൻ്റെ റെസിപ്പി എങ്ങനെയാണുള്ളത് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് താഴെ ആഡ് ചെയ്തേക്കാം. ബീഫ് ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തതാണ്. ബീഫിൻ്റെ ഒന്നും ആവശ്യമില്ല, അതിലും അടിപൊളിയാണ് ഈ ചേനക്കറിയും പപ്പടം കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ട്രൈ ചെയ്യണം.